ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മളൊരു പുതിയൊരു നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആർമി റിക്രൂട്ട്മെന്റ് ബേസ് ചെയ്ത് വരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആസാം റൈഫിൾസ് എന്ന് പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സിലേക്കുള്ള ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റാലി റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അതിൻ്റെ 215 പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. ഇതുപോലെ എല്ലാ വർഷവും ഈ ട്രേഡ്സ്മാൻ ടെക്നിക്കൽ പോസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലാ പാരാമിലിറ്ററി ഫോഴ്സസിൽ നിന്നും അവരെന്ത് ചെയ്യാറുണ്ട്, വാക്കൻസീസ് ക്ഷണിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു CISF ഈ ഇടയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ BSFിൻ്റെയും എല്ലാത്തിൻ്റെയും നടക്കാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആസാം റൈഫിൾസിന്റെ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതിന്റെ റാലിയാണ്. ഫസ്റ്റ് എപ്പോഴും ഫിസിക്കൽ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഫിസിക്കൽ എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം പിന്നെ ഒരു കൺഫ്യൂഷനും കുറേ കാര്യങ്ങളും വരാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാം മനസ്സിലാക്കി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 215 പോസ്റ്റാണ് വരുന്നത്. ആസാം റൈഫിൾസ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിട്ടുള്ളത്. ഓഫീസ് ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ആസാം റൈഫിൾസ് ആണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് നെയിം ഗ്രൂപ്പ് B ആൻഡ് C പോസ്റ്റുകളാണ് നമുക്ക് വരുന്നത്. ഗ്രൂപ്പ് B ആൻഡ് C ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ പോസ്റ്റുകളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ B പോസ്റ്റിലേക്കാണോ C പോസ്റ്റിലേക്കാണോ കൊടുക്കുന്നതെന്ന് കറക്റ്റാണ് മനസ്സിലാക്കിക്കോളുക. വാക്കൻസീസ് വിളിച്ചിട്ടുള്ളത് 215 ആണ്. ഓൺലൈൻ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ അയക്കേണ്ടത്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ജോബാണ് കേട്ടോ. ഡിഫൻസിൽ വരുന്ന ജോബാണ്. കാരണം പാരാമിലിറ്ററി ഫോഴ്സസ് ആണ്. ആർമി റിക്രൂട്ട്മെന്റ് പോലെ തന്നെ വരുന്ന പാരാമിലിറ്ററിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണിത്. ആദ്യം ഫിസിക്കലാണ് നടക്കുന്നതെന്നുള്ള ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഈ പറയുന്ന പോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യുന്നത് 22 ഫെബ്രുവരിയിൽ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ആണ്. ഫെബ്രുവരി 22 തൊട്ട് ഇതിൻ്റെ എന്താണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്ര വൈകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിസിക്കൽ എവിടെയാണെന്നുള്ളൊരു ഈ ഒരു സ്റ്റേറ്റ് ഹോൾഡാണ് നമ്മൾ ഇത്രയും നാളും ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. ഇതിൻ്റെ ആസാം റൈഫിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കില്ല നിങ്ങൾക്ക് റണ്ണിങ് കോമ്പറ്റീഷൻ ആ ഒരു സംഭവം വരുന്നത്. ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവർ പറയുന്ന ഒരു അലോക്കേറ്റഡ് സെൻറ്ററിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ റണ്ണിങ് ചെയ്യേണ്ടത്. അതായത് ഫിസിക്കൽ നിങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ആസാം റൈഫിൾസിന്റെ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റാലി വിളിക്കുന്നത് 3rd അല്ലെങ്കിൽ 4th വീക്ക് ഓഫ് ഏപ്രിൽ 2025 ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഫെബ്രുവരി 22 സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 22 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3rd and 4th വീക്ക് ഓഫ് ഏപ്രിലായിരിക്കും എന്ത് വരുന്നത്, ഇതിൻ്റെ ആസാം റൈഫിൾസിന്റെ റാലി വരുന്നത്. റാലി റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ റാലിയാണ് ഫസ്റ്റ് നടത്തുന്നത്, ഫിസിക്കൽ നടത്തുന്നത് കേട്ടോ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫസ്റ്റ്. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും ഉണ്ട്, അതുപോലെ ഫിസിക്കൽ ടെസ്റ്റ് എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് റണ്ണിങ് കോമ്പറ്റീഷനും കാണും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വെയിറ്റും ഹൈറ്റും ഒക്കെ എന്ത് ചെയ്യും, മെഷർ ചെയ്യുന്നുമുണ്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ, ഇതിൽ ക്വാളിഫൈ ആയവരായിരിക്കും അടുത്ത റിട്ടൺ എക്സാമിനേഷനിലേക്ക് കിടക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്കില്ല്, കാരണം ഇത് ട്രേഡ്സ്മാൻ ആണ്. അപ്പോൾ ട്രേഡ്സ്മാൻ്റെ സ്കില്ല് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സ്കിൽ എന്ത് ചെയ്യും, അവർ അവിടെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റും അതുപോലെ മെറിറ്റ് ലിസ്റ്റിലേക്കുള്ള ലിസ്റ്റും അവരെന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് കിടക്കുന്നത്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫിസിക്കലുണ്ട്. അത് കഴിഞ്ഞ് ഒരു റിട്ടേണും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്കിൽ ടെസ്റ്റ് കാണും. നിങ്ങൾ ഇതിന് അനുയോജ്യമാണോ, നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് കൃത്യമായി തന്നെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ മെഡിക്കലും, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വിളിക്കുന്നതാണ്. ഒഫീഷ്യൽ സൈറ്റ് ആയിട്ടുള്ള www.assamrifles.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി വേണം നിങ്ങൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ഇവന്റ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ വന്നത് 19 ഫെബ്രുവരിയാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത് 22 ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തു. എൻഡ് ആവുന്നത് 22 മാർച്ചാണ്. മാർച്ച് 22 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീ പേയ്മെന്റ് 22 ആണ്. ഇനി നിങ്ങൾക്ക് റാലി വിളിച്ചിട്ടുള്ളത് 3rd അല്ലെങ്കിൽ 4th വീക്ക് ഓഫ് ഏപ്രിൽ ആണ്. ഇനി അടുത്ത ഗ്രൂപ്പ് B പോസ്റ്റുകൾക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങൾ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രൂപ്പ് B പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതേസമയം ഗ്രൂപ്പ് C ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വയ്ക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. ആ വാക്കൻസി ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള B ആണോ C പോസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസിന് ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ SC ST ഫീമെയിൽ എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് എന്തില്ല, ഫീസ് ഇല്ല, എക്സംപ്റ്റഡ് ആണ്. അവർക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ റിലീജിയസ് ടീച്ചർ എന്ന് പറയുന്ന
പറയുന്നതിൽ UR കാൻഡിഡേറ്റ്സിന് 3 വേക്കൻസി. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കാസ്റ്റിനനുസരിച്ചിട്ടുള്ള ജോബ് കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പോൾ റേഡിയോ മെക്കാനിക്കിനാണെങ്കിൽ ST ക്ക് 1 വേക്കൻസി ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്ത് കിട്ടത്തില്ല, ചിലപ്പോൾ ചാൻസസ് ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം ചാൻസ് ഉള്ളതിൽ മാത്രം എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ സഫായി എന്ന് പറയുന്ന ഒരു ക്ലീനിങ് ഡ്യൂട്ടിയാണ്. അതെന്ന് പറയുമ്പോൾ എന്താണ്, SC കാൻഡിഡേറ്റ്സിന് 11 വേക്കൻസി ഉണ്ട്, ST ക്ക് 5 ഉണ്ട്, OBC ക്ക് 19 വേക്കൻസി, UR കാൻഡിഡേറ്റ്സിന് 28 വേക്കൻസി, EWS ന് 7 വേക്കൻസി. അങ്ങനെ ടോട്ടലി 70 വേക്കൻസി സഫായിക്കാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലംബർ, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ, ഡ്രോഡ്സ്മാൻ, അപ്ഹോൾസ്റ്റർ, വെഹിക്കിൾ മെക്കാനിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കാസ്റ്റ് വൈസ് ഉള്ള SCയിൽ ST, OBC, EWS, UR അത് നിങ്ങളുടെ കാസ്റ്റ് അനുസരിച്ചിട്ടുള്ള എത്ര വേക്കൻസി ഉണ്ടോ അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. മാത്രമല്ല അതിന് വേണ്ടിയായിട്ട് നിങ്ങൾ യോഗ്യരാണോ, നിങ്ങളുടെ ഏജും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കൃത്യമാണോ എന്നും കൂടെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ റിലീജിയസ് ടീച്ചർ ആണെങ്കിൽ 18 to 30 ഇയേഴ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് ഈ ഏജിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ +5 ഇയേഴ്സും OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ +3 ഇയേഴ്സും എപ്പോഴും എന്ത് ചെയ്യും, ആഡപ്പ് ചെയ്ത് വരും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ റിലീജിയസ് ടീച്ചർ ആണെങ്കിൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതാണെങ്കിൽ SC ST ആണെങ്കിൽ 35, നമ്മുടെ OBC ആണെങ്കിൽ 33. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ലൈൻമാൻ ആണെങ്കിൽ 18 to 23, റിക്കവറി വെഹിക്കിൾ മെക്കാനിക് ആണെങ്കിൽ 18 to 25, ഇലക്ട്രിക്കൽ മെക്കാനിക്കലും എത്രയാണ്, 18 to 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡ്രോഡ്സ്മാന് 18 to 25, പ്ലംബറിന് 18 to 23. അങ്ങനെ ഓരോന്നിനും എടുത്ത് പറയുന്നുണ്ട്. വെറ്റിനറി ഫീൽഡ് അസിസ്റ്റന്റ്, ഫാർമസിസ്റ്റ്, എക്സ്റേ അസിസ്റ്റന്റ്, അത് ഏജ് കാറ്റഗറി എത്രയാണെന്ന് കൃത്യമായി ചെക്ക് ചെയ്യണം കേട്ടോ. സഫായി എന്ന് പറയുന്ന പോസ്റ്റിന് 18 to 23 ആണ്. ഓക്കെ, ആ ഏജ് കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കൂടെ നോക്കുക. റിലീജിയസ് ടീച്ചർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് എന്ത് മതി, നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നാൽ മതി. റേഡിയോ മെക്കാനിക് ആകുമ്പോൾ അവിടെ എന്ത് വേണം, 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം നിങ്ങൾ +2 പാസ്ഡ് വിത്ത് നോൺ മെഡിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ റിലേറ്റഡ് ഫീൽഡ്, ഇതിനനുസരിച്ചുള്ള റിലേറ്റഡ് ഫീൽഡിൽ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ ഈ ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കും. ഇപ്പോൾ സഫായി ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം പാസ്സായാൽ മതി. നമ്മുടെ റിലീജിയസ് ടീച്ചർ ആണെങ്കിൽ ഗ്രാജുവേഷൻ മാത്രം മതി. സഫായി ആണെങ്കിൽ 10th ക്ലാസ് പാസ് മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ഇലക്ട്രിക്കൽ മെക്കാനിക്കലിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി, ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ. പ്ലംബറിനാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായവരും ITI ട്രേഡ് എടുത്തവരും ആയിരിക്കണം. ഡിപ്ലോമ ITIയിൽ എടുത്ത് ഏതെങ്കിലും ITIയിൽ പ്ലംബർ ട്രേഡ് എടുത്തവരായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലതും എന്താണ്, ITI പ്രൊഫഷനാണ്. ലൈൻമാൻ ഫീൽഡിനാണെങ്കിൽ ITI വേണം, അപ്ഹോൾസ്റ്ററിനാണെങ്കിൽ ITI വേണം, എഞ്ചിനീയർ എക്യുപ്മെന്റ് മെക്കാനിക്കിനാണെങ്കിൽ ITI ഇൻ എഞ്ചിനീയർ എക്യുപ്മെന്റ് മെക്കാനിക്കൽ വേണം. അങ്ങനെ പലതിനും എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന ഫാർമസിസ്റ്റിനൊക്കെ ആണെങ്കിൽ 12th ക്ലാസ് പാസ് ചെയ്യുകയും വേണം. അതിൻ്റെ ഒപ്പം തന്നെ ഡിപ്ലോമ, ഫാർമസിയിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവരായിരിക്കണം. അപ്പോൾ അത് കണ്ടീഷൻ കൃത്യമായി മനസ്സിലാക്കി സാറ്റിസ്ഫൈ ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലാണ്. ഫിസിക്കൽ എന്താണ്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ റണ്ണിങ് ആണ്. 1.6 കിലോമീറ്റേഴ്സ് ഒക്കെ റൺ ചെയ്യാനുള്ള കാര്യമാണ്, റാലിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് PST, PET, റിട്ടൺ ടെസ്റ്റ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന എവിടെയാണ്, നമുക്ക് സ്റ്റേറ്റിൽ സെൻറ്റേഴ്സ് ഇല്ല. നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് നാഗാലാൻഡിലാണെന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ സുഗോവി, നാഗാലാൻഡ് അല്ലെങ്കിൽ ആസാമിൽ സെൻറ്റേഴ്സ് ആയിരിക്കും അവർ അലോക്കേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇമെയിൽ ID ഇത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് എന്ത് ചെയ്യും, അവർ അഡ്മിറ്റ് കാർഡ് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നതാണ്. പിന്നെ അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത റിട്ടൺ എക്സാം ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്താണ്, നോർമൽ നമ്മുടെ GDK ഒക്കെ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ്. ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്, GK ഈ ഒരു സെയിം സാധനം തന്നെയാണ്. നമ്മുടെ GDK ഒക്കെ പഠിക്കുന്ന സെയിം കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് റിട്ടൺ എക്സാമിനേഷൻ നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. പക്ഷേ ഫിസിക്കൽ നടത്തണമെങ്കിൽ എവിടെ പോകേണ്ടി വരും, നിങ്ങൾക്ക് ആസാം അല്ലെങ്കിൽ നാഗാലാൻഡ് റീജിയനിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ PDF നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡയറക്റ്റ്ലി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ യോഗ്യരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്,
ആ വെബ്സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ PST PET റിട്ടേൺ ടെസ്റ്റ് ഉൾപ്പെടെ എവിടെ നടത്തുമെന്നാണ് പറയുന്നത്, നാഗാലാൻഡിൽ നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾ ഇരിക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF-ൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.